ദോശയ്ക്കും ഇഡ്ഡലിക്കും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി തയ്യാറാക്കിയാലോ. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എള്ളെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് കറിവേപ്പില, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു സവാള പൊടിയായി അരിഞ്ഞതും, അതുപോലെ ഒരു 3-4 കായ്മുളകും ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ അര കഷ്ണം തക്കാളിയും ചേർക്കാം. തക്കാളിക്ക് പകരം പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെയാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം. ഒരുപാട് വെള്ളം കൂടി പോകേണ്ട, ഒരു 1/4 കപ്പ് ചേർത്താൽ മതിയാകും. അപ്പോൾ ഇതിന് എരിവ് കുറവായതുകൊണ്ട് ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി വറുത്തിട്ടാലും നല്ല ടേസ്റ്റാണ്.